തലശ്ശേരി മാഹി ബൈപ്പാസ് ഇന്ന് തുറന്നു നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 11 മണിക്ക് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തോടെ ദേശീയപാതയിലെ നീണ്ട നാളത്തെ ഗതാഗത കുരുക്കിനാണ് പരിഹാരമാകുന്നത്. 1300 കോടിയാണ് നിർമ്മാണ ചെലവ്. NH 66 മുക്കോല മുതൽ തമിഴ്നാട് വരെയുള്ള ദേശീയപാതയുടെയും ഉദ്ഘാടനം ഇന്നുണ്ടാകും. അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, 45 വർഷത്തിലധികം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ന് മാഹി ഹൈവേ തലശ്ശേരി മാഹി ബൈപ്പാസ് തുറന്ന് കൊടുക്കുന്നത്. ജനങ്ങളുടെ ഈ ഗതാഗത കുരുക്കിന് തന്നെ ആശ്വാസമാകുന്ന ഒരു പാത കൂടിയാണ് ഇത്. ഉദ്ഘാടനം 11:30 പ്രധാനമന്ത്രി ഓൺലൈനായിട്ട് നിർവഹിക്കും എന്നാണ് പറയുന്നത്. മറ്റു വിവരങ്ങൾ തീർച്ചയായും രജനി, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം BJP പ്രവർത്തകരും അതുപോലെ തന്നെയുള്ള ഇവിടെയുള്ള നാട്ടുകാരും എല്ലാവരും വലിയ രീതിയിലുള്ള ഒരു സന്തോഷത്തിലാണ്. അതായത് ഏകദേശം 48 വർഷത്തെ കാത്തിരിപ്പാണ് ഇത്തരത്തിലുള്ള ഒരു പാത എന്നുള്ളത്. അതായത് ദേശീയപാതയിൽ കൂടി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഏകദേശം 1 മണിക്കൂറിലധികം സമയമെടുക്കുമായിരുന്നു. അതായത് ഇത്തരത്തിൽ മാഹിയിൽ എത്തിച്ചേരാൻ അല്ലെങ്കിൽ അതുവഴി കോഴിക്കോട് എത്തിച്ചേരാനും വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിൽ മോദിയുടെ ഒരു സമ്മാനം എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിൽ ഒരു ബൈപ്പാസ് തുറന്നു കൊടുത്തത്. ഏകദേശം 1300 കോടി രൂപ ചെലവിട്ടാണ് ഈ ഒരു പാത നിർമ്മിച്ചിട്ടുള്ളത്. 18.6 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മുടെ കൂടെ കുറച്ച് നാട്ടുകാരും അതുപോലെ തന്നെ BJP പ്രവർത്തകരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവരൊക്കെ തന്നെ നരേന്ദ്രമോദിയുടെ ഫ്ലെക്സ് ഒക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സന്തോഷത്തിലാണുള്ളത്. ഏട്ടാ, ഇന്ന് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇത്തരത്തിലൊരു പാത, ഒരു ബൈപ്പാസ് തുറന്നു വരുന്നത്. എന്താണ് അതിൻ്റെ ഒരു? ഞങ്ങളൊക്കെ ചെറിയ കാലത്ത് ഇത് അക്വയർ ചെയ്ത സ്ഥലമായിരുന്നു. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സുലഭ അവസരം ലഭിച്ചത്. ഓൺലൈൻ ഡൽഹിയിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അതിലൊരു ആഹ്ലാദ പ്രകടനമാണ് നാട്ടുകാരും BJP എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചത്. ഇത്രത്തോളം യാത്രാ ദുരിതമായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നു, ഭയങ്കര തിരക്ക് കാര്യങ്ങൾ, അത്തരത്തിലുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്? ഒരുപാട് സൗകര്യങ്ങൾ വന്നു, ജനങ്ങൾക്ക് വളരെയേറെ സന്തോഷകരമാണ്. അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, എന്തായാലും ജനങ്ങളെല്ലാം തന്നെ വലിയ സന്തോഷത്തിലാണ്. കാരണം അവർ പറയും പോലെ തന്നെ മോദി സർക്കാരിൻ്റെ ഈ ഒരു സമ്മാനം തങ്ങൾ കുറേ കാലമായിട്ട് കാത്തിരിക്കുകയാണ്. പല സർക്കാരുകൾക്കും മുൻപുണ്ടായിരുന്ന എല്ലാ സർക്കാരുകളിലും ഇത്തരത്തിൽ നിവേദനമൊക്കെ തന്നെ സമർപ്പിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അവർ തുറന്നു പറയുന്നത്. തീർച്ചയായും രചന, മറ്റുള്ള സ്ഥലങ്ങളിൽ കണ്ടതുപോലെ തന്നെ അല്ലെങ്കിൽ ദേശീയപാതകൾ വരുമ്പോൾ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്ന ഒരു വാദം ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉന്നയിച്ചു കഴിഞ്ഞു. അത്തരത്തിലുള്ള വാദങ്ങൾ വിവിധ കോണുകളിൽ നിന്നും നമുക്ക് വരുന്നത് കാണുവാൻ സാധിക്കും. അത്തരത്തിലൊക്കെ ആ ഒരു കാര്യങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തകർ, BJP പ്രവർത്തകരടക്കം ഇവിടെ എത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദേശീയപാതകൾ ഇനിയും വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവരെല്ലാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമുക്കറിയാം, NDA സ്ഥാനാർത്ഥി രഘുനാഥ് അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹം ഈ വഴിയിലൂടെയാണ് കടന്നു പോവുക. അദ്ദേഹം ഈ വഴിയിലൂടെ കടന്നു ചെല്ലുകയും പിന്നീട് അപ്പുറത്ത് നിന്നും അല്ലെങ്കിൽ മാഹി ഭാഗത്തു നിന്നും പിന്നീട് K സുരേന്ദ്രൻ, BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ അടക്കമുള്ളവർ തിരിച്ച് ഈ ഒരു വഴിയിലേക്ക് വരുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. അല്പസമയത്തിന് തന്നെ K സുരേന്ദ്രൻ തുറന്ന വാഹനത്തിൽ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവരെല്ലാം കൂടി ടോൾ പാസയിൽ ഒരു ടോൾ പാസയുണ്ട്, ആ ടോൾ പാസയിൽ ഒത്തുചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനാൽ തന്നെയും പ്രവർത്തകരെല്ലാം വലിയ രീതിയിൽ വലിയ ആഘോഷത്തിലാണ് അല്ലെങ്കിൽ വലിയ സന്തോഷത്തിലാണ്. നമുക്ക് അവരോട് തന്നെ ഒന്നുകൂടി ചോദിക്കാം, ഇത്തരത്തിലാണ് അവരുടെ സന്തോഷങ്ങൾ, എത്രമാത്രം സന്തോഷമുണ്ട്? തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഏറെ കാലമായി നമ്മുടെ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം തന്നെയാണ് ഈ ദേശീയപാത. പ്രധാനമായും തലശ്ശേരി ടൗണിലാണ് ഈ ഏറെ തിരക്കുള്ള ഒരു ടൗണ്. തലശ്ശേരി ടൗണിലൂടെയാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ ദേശീയപാത കടന്നു പോകും. മാഹി എത്തുന്ന സമയത്ത് യാത്രാ ദുരിതം വളരെയേറെ കുറയുകയും ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു യാത്ര തന്നെയായിരിക്കും ഈ സമയത്ത് നമുക്ക് കിട്ടുക. തീർച്ചയായിട്ടും നരേന്ദ്രമോദിജിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ ഒരു പ്രവർത്തനമായി ഈ ദേശീയപാതയെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഏറെ സന്തോഷത്തിലാണ് നമ്മളെല്ലാം ഈ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം എന്ന രീതിയിൽ തന്നെ ആയിട്ടുള്ളത്. ഏറ്റവും നല്ല സന്തോഷം. തീർച്ചയായും രജനി, അത്തരത്തിലുള്ള ഒരു സന്തോഷത്തിലാണ് ജനങ്ങളെല്ലാം തന്നെ ഉള്ളത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ തന്നെ കാണുവാൻ സാധിക്കും. ഈ റോഡിന്റെ വീതി 40 മീറ്ററോളമാണ് ഈ റോഡിന്റെ വീതിയുള്ളത്. അത്തരത്തിൽ തന്നെ 21 പാതകൾ അല്ലെങ്കിൽ മേൽപ്പാലങ്ങൾ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ അണ്ടർപാസുകളുണ്ട്. മാത്രമല്ല ഒരു റെയിൽവേ പാളം അടക്കം ഈ റോഡിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള അത്യാധുനിക സജ്ജീകരണത്തോടു കൂടി ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഉള്ള ഒരു റോഡാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. മാത്രമല്ല ഒരു 6 വരി പാത എന്ന് പറയുന്നത്
നിർമ്മിക്കുന്നത്. ഇവിടെ തന്നെയുള്ള ഇന്ത്യയിലെ തന്നെ 6 വരെ പാത എന്ന് പറയുന്നത് വളരെ വിരളമാണ്. അത്തരത്തിലുള്ള ഒരു പാതയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഏറെ നാളത്തെ കാത്തിരിപ്പാണ്. അതായത് 48 വർഷം, ഏകദേശം നമുക്ക് പറയാം 48 വർഷം എന്ന് പറയുന്നത് പാത ഏറ്റെടുക്കാൻ തുടങ്ങുന്ന നടപടി പ്രകാരമാണ് നമ്മൾ അത്തരത്തിൽ പറയുന്നത്. അതിന് മുൻപ് തന്നെ ഇതിനുള്ള ആവശ്യങ്ങൾ ഇവിടെ തുടങ്ങിയിരുന്നു. ഏകദേശം 50 വർഷത്തിലേറെ ഈ ഒരു കാത്തിരിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ കാത്തിരിപ്പിനൊക്കെ വിരാമം ഇട്ടുകൊണ്ടാണ് ഇന്ന് പ്രധാനമന്ത്രി 11:30 ഈ ദേശീയപാത ഉദ്ഘാടനം ചെയ്യുന്നത്. മാത്രമല്ല BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അല്പസമയത്തിനകം ഈ പാതയിലൂടെ കടന്നു വരികയും തുറന്ന ജീപ്പിലായിരിക്കും അദ്ദേഹം വരിക. ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. അത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ആ പരിപാടിയിൽ ഓൺലൈനായി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി നിതീഷ് ഗഡ്കരി തുടങ്ങിയവർ അടക്കം പങ്കെടുക്കുന്നുണ്ട്. വി മുരളീധരൻ അടക്കം ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഏത് തരത്തിലാണ് ഈ ഒരു പാതയുടെ പ്രാധാന്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ഇതിന് മുൻപ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തണം, അല്ലെങ്കിൽ മാഹിയിലേക്ക് എത്തണമെങ്കിൽ 1 മണിക്കൂറിലധികം യാത്ര വേണമായിരുന്നു. എന്നാൽ അതെല്ലാം ചുരുക്കിക്കൊണ്ട് ഇപ്പോൾ അരമണിക്കൂറിൽ താഴെ മാത്രമാണ് ഇനി ഗതാഗത യോഗ്യമായി കൊണ്ടുപോവുക. അത്തരത്തിലേക്കുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇവിടെ നീങ്ങുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ പ്രവർത്തകരും അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാരെല്ലാം വലിയ രീതിയിലുള്ള ഒരു സന്തോഷത്തിലാണുള്ളത്. 1300 കോടി രൂപ ചെലവഴിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പാത ഇവിടെ നിർമ്മിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ NDA സ്ഥാനാർത്ഥി, അതായത് കണ്ണൂരിന്റെ NDA സ്ഥാനാർത്ഥി സി രഘുനാഥ് ഇവിടെ എത്തിച്ചേരും. അദ്ദേഹവും പ്രവർത്തകരെയും അതുപോലെ തന്നെ ജനങ്ങളെയും അഭിസംബോധന ചെയ്യുന്നതാണ്. അതിനുശേഷം കെ സുരേന്ദ്രൻ ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാത്തിരിപ്പിനൊടുവിൽ തലശ്ശേരി മാഹി ബൈപ്പാസ് ഇന്ന് തുറന്നു നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 11 മണിക്ക് ഓൺലൈനായിട്ട് ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളാണ് അർജുൻ PS നൽകിക്കൊണ്ടിരുന്നത്.